അമേരിക്കയിലെ വേൾഡ് ട്രേഡ് ആക്രമണവും കോവിഡ് മഹാമാരിയും കൃത്യമായി പ്രവചിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന അന്ധപ്രവാചകയുടെ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചനം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെയാണ് മാധ്യമങ്ങൾ ഈ പ്രവചനം വീണ്ടും ചർച്ചയാക്കുന്നത്. 27 വർഷങ്ങൾക്ക് മുൻപ് 1996 മരണമടഞ്ഞ ബൾഗേറിയൻ പ്രവാചക ബാബ വാങ്കയാണ് ഇപ്പോൾ വീണ്ടും വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്നത്. ബാൽക്കൻ നോസ്ട്രഡാമസ് എന്നുകൂടി അറിയപ്പെടുന്ന ബാബ വാങ്ക ഗൂഢാലോചനാ സിദ്ധാന്തകർക്ക് ഏറെ പ്രിയങ്കരിയാണ്. അവരുടെ ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. മരിക്കുന്നതിന് മുൻപായി 5079 വരെയുള്ള ഓരോ വർഷത്തെയും സംഭവങ്ങൾ അവർ മുൻകൂട്ടി പ്രവചിച്ച് എഴുതി വച്ചിട്ടുണ്ട്. 5079 ലോകം അവസാനിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 2024 ഫലങ്ങൾ അവർ പ്രവചിച്ചത് വാർത്തയായിരുന്നു. ഈ വർഷം മുഴുവൻ ദുരന്ത ഫലങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ, ജൈവായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റൊരു ലോകമഹായുദ്ധവും ഈ വർഷം നടക്കുമെന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന് ചില അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് അവർ ഈ വർഷത്തേക്ക് പ്രവചിച്ചിരിക്കുന്നത്. ഒരു സുപ്രധാന രാജ്യം ജൈവായുധാക്രമണത്തിൽ വലയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ഏത് രാജ്യമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ലോകയുദ്ധത്തിലേക്ക് വഴിതെളിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നുവെങ്കിലും ലോകം കഷ്ടിച്ച് അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് ഇറാന്റെ ഇസ്രായേൽ ആക്രമണം വന്നത്. ഇത് വീണ്ടും ലോകമഹായുദ്ധ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിതെളിക്കുകയും ചെയ്തു. യഹൂദ രാജ്യത്തെ ശാന്തമാക്കാനാണ് പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത്. അതിനിടയിലാണ് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ആയുധം ഉപയോഗിക്കുമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മിറ്റി തലവൻ അബ്ദുൽ ഫാസി അമോ പറഞ്ഞത്. ഇസ്രായേൽ തുടർ ആക്രമണം നടത്തുകയാണെങ്കിലായിരിക്കും അത് ഉപയോഗിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഇസ്രായേലിനുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു.